ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, നമ്മുടെ രാജ്യത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ഡേ ആണ്. സോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി രാവിലെ തന്നെ ഇവിടെ ഇന്ത്യൻ എംബസിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ 9 മണിക്കാണ് ഫ്ലാഗ് ഓഫ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. സോ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇതാണ് അംബാസഡർ. അദ്ദേഹം ആദ്യം നടന്നു പോയിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്, അതിനെ വണങ്ങിയതിന് ശേഷമാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ എംബസി സ്ഥിതി ചെയ്യുന്നത് മോസ്കോയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെർമിഷൻ കിട്ടിയത്. പിന്നെ ഇവിടെ നല്ല ഹൈ സെക്യൂരിറ്റിയാണ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയത്. ഇപ്പോൾ ടൈം ഏകദേശം 9:30 മണിയാണ് രാവിലെ. നല്ല തണുപ്പുമാണ്, പക്ഷേ ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്യുന്നത് വോറൻഡോസോപോൾ എന്ന സ്ട്രീറ്റിലാണ്. അതായത് HSC യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ എംബസി മോസ്കോയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ മഹാത്മാഗാന്ധിയെ വണങ്ങിയതിന് ശേഷം നമ്മുടെ അംബാസിഡർ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് നടന്നു വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് വിനയ് കുമാർ എന്നാണ്. ഇദ്ദേഹം ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്നറിയാമോ? ഇദ്ദേഹം കേരളത്തിൽ നിന്നാണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. ഞാനും ഈ കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിനുശേഷം ഈ സ്റ്റുഡൻസ്, ഇവർ എംബസി സ്കൂൾ ഓഫ് ഇന്ത്യ അവിടുത്തെ സ്റ്റുഡൻസാണ്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ദേശീയഗാനം പാടിയത്. ദേശീയഗാനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എംബസിയുടെ അകത്തൊരു ചെറിയ ഹാളുണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു ബാക്കി പ്രോഗ്രാംസ് എല്ലാം നടന്നത്. ആദ്യം നമ്മുടെ അംബാസിഡറിൻ്റെ ഒരു സ്പീച്ചായിരുന്നു. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലെന്ന് അറിയാമല്ലോ. സോ അദ്ദേഹം സംസാരിച്ചത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ്. പിന്നെ ഇത് എംബസിയിലെ ഒരു ഓഫീസറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാനും ഫോട്ടോ എടുക്കാനും പറ്റി. പിന്നെ ഇത് പോലീസിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്താണ് കേട്ടോ. ഞാൻ കുറേ ഓഫീസർമാരെ പരിചയപ്പെട്ടു. പിന്നെ അതിനുശേഷം നമുക്ക് ഇന്ത്യൻ ഫുഡും കിട്ടി. ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. മുമ്പ് ഞാൻ ഒരു തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും പോലീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഒത്തിരി പോലീസ് വണ്ടികളുണ്ട്. പ്രോഗ്രാംസും ഫോട്ടോ എടുക്കലും ഫുഡും എല്ലാം കഴിഞ്ഞ് ഏകദേശം 12:30 മണിയോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ പോയി ഇതേപോലെ റിപ്പബ്ലിക് ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഞങ്ങൾ ഒത്തിരി സ്റ്റുഡൻസിനെയും അതേപോലെ തന്നെ ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നവരെയും അങ്ങനെ ഒത്തിരി പേരെ ഞങ്ങൾക്ക് പരിചയപ്പെടാനും പറ്റി. സ്പീച്ചൊക്കെ കുറച്ച് കേട്ടതിന് ശേഷം ഞാൻ എംബസിയിലെ പുറത്തുള്ള വ്യൂസൊക്കെ കാണാനായിട്ട് ഇറങ്ങി. ഇത് എംബസിയുടെ ഒരു കോർണറിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ എംബസി മാത്രമല്ല, മോസ്കോയിലെ ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എംബസി നമ്മുടെ ഇന്ത്യൻ എംബസിയാണ്. സോ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ.